അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. നാം എല്ലാവരും കുടുംബ ബന്ധങ്ങളിലാണ്, സാമൂഹ്യ ബന്ധങ്ങളിലാണ്. ഈ ബന്ധങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെ നാം വിധിക്കാറുണ്ട്. നാം വിധി കൽപ്പിക്കുന്നത് ഏറെയും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും ഒക്കെ വെളിച്ചത്തിലാണ്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഇടവക കൂട്ടായ്മയിൽ ഞാൻ സായാഹ്നത്തിൽ ചെല്ലുന്നു. അവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇരിപ്പുണ്ട്. സാധാരണ മുമ്പിലിരിക്കുന്ന കുട്ടികളോടാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. അങ്ങനെ എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. കുട്ടികൾ അങ്ങനെ പ്രതികരിച്ചില്ല. എൻ്റെ ചോദ്യം ഏറ്റവും മുമ്പിലിരുന്ന ഒരു 10-15 വയസ്സ് പ്രായമുള്ള ചെറുക്കനോടാണ്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക പോലും ചെയ്തു. എന്നിട്ടും അവൻ ചിരിക്കുകയല്ലാതെ ഒരു വാക്കുപോലും മിണ്ടിയില്ല. സ്വാഭാവികമായും അരിശം വരാം, പക്ഷെ ഞാൻ അരിശപ്പെട്ടില്ല. പിറ്റേന്ന് ആ കൂട്ടായ്മയിൽ വന്ന സിസ്റ്റർ എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്നലെ ആ കൂട്ടായ്മയിൽ വന്നപ്പോൾ അച്ഛൻ അരിശപ്പെടാൻ നന്നായി. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ ആ ചെറുക്കനോട് പലതവണ ചോദിച്ച് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് പോലും ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, ആ ചെറുക്കന് സംസാരശേഷിയില്ലാത്ത ആളാണ്. പ്രിയ സഹോദരരെ, യാഥാർത്ഥ്യം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിറ്റേന്നാണ്. നമ്മൾ ഇതുപോലെയാ. പലപ്പോഴും നാം പലരെയും വിധിക്കും. അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ ജീവിത പശ്ചാത്തലം അഥവാ അവരുടെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ. ഒരാളുടെ ചരിത്രം, ആ ആളിൻ്റെ ജീവിത പശ്ചാത്തലം നാം മനസ്സിലാക്കിയാൽ മാത്രമേ ആ ആളെ വിധിക്കാൻ സാധിക്കൂ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തിൽ പലപ്പോഴും ഞങ്ങൾ വിധി കൽപ്പിക്കുന്നത് സത്യം മനസ്സിലാക്കാതെയാണ്. അങ്ങ് ഞങ്ങളെ വിധിക്കുന്നത് പോലെ സത്യം മനസ്സിലാക്കി മാത്രം മറ്റുള്ളവരെ വിധിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ. ആമേൻ.